സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. ഇന്ന് 4 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. അതിര സംസ്ഥാനത്ത് അതിതീവ്ര മഴയാണ് ഇന്നും നാളെയുമായി ഉണ്ടാകുന്നത് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഇന്ന് 4 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ പ്രദേശങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 4 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉള്ളതിനാൽ തന്നെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും ശക്തമായ മഴയോടൊപ്പം തന്നെ തീരദേശ മേഖലകളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ശക്തമായ മഴ തുടരുന്നുണ്ട്. പലയിടത്തും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയും കാണുന്നുണ്ട്. ഇടവിട്ടുള്ള മഴയാണ് കൂടുതലുമുള്ളത്. ഏതായാലും പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നാളെയും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. നാളെ 6 ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട എന്നീ ജില്ലകൾക്കാണ് നാളെ റെഡ് അലേർട്ട് ഉള്ളത്. മറ്റു ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ്. അതിശക്തമായ മഴയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം കാണുന്നത്. ഇന്നും നാളെയും കാര്യമായ മഴയുണ്ടാകും. തൊട്ടടുത്ത ദിവസം തെക്കൻ കേരളത്തിൽ വ്യാപകമായി റെഡ് അലേർട്ട് ഉണ്ട്. അതായത് പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകൾക്കാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ടുണ്ട്. മറ്റു ജില്ലകൾക്കെല്ലാം യെല്ലോ അലേർട്ടാണ്. ഇങ്ങനെ 4 ദിവസത്തോളം ഇനി മഴ തുടരുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ശക്തമായ മഴയാണ് എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതിനെല്ലാം ഉപരി ഇന്ന് 6 ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾക്കും അതോടൊപ്പം എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾക്കും എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയുണ്ട്. ശക്തമായ മഴയുള്ള സാധ്യതയിലാണ്. മണ്ണിടിച്ചിൽ സാധ്യത ഉയർന്ന പ്രദേശങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിൽ കടലാക്രമണ സാധ്യതയുമുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ജില്ലാ നേതൃത്വം എല്ലാത്തിനും സജ്ജമാണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ ക്യാമ്പുകൾ തുറക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NDRF സംഘവും ശക്തമായി പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ തീരുമാനമായിട്ടുണ്ട്. ഇനി ജൂൺ 1 മുതൽ കൂടുതൽ സംഘങ്ങൾ വരും. ഏതായാലും ഇപ്പോൾ തൃശൂർ കേന്ദ്രീകരിച്ച് NDRF സംഘം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഒപ്പം നിരവധി ആവശ്യങ്ങൾക്കുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനടക്കം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് അടക്കം നിരോധനം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ മറ്റെന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്? അതിന് ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതായത് പ്രത്യേകിച്ചും ജാഗ്രതാ നിർദ്ദേശം നൽകുമ്പോൾ ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പോകരുത്. അതോടൊപ്പം തന്നെ ഈ തീരദേശ മേഖലകളിലുള്ള യാത്രകൾ ഒഴിവാക്കുക. പരമാവധി രാത്രി യാത്രകൾ ഈ പ്രദേശങ്ങളിലേക്ക് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ മഴ സാധ്യത വളരെ ശക്തമായ മഴയുള്ളത് കൊണ്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്ക സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതകൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്. പിന്നെ തോട്, കുളങ്ങൾ, അതോടൊപ്പം തന്നെ കായൽ ഒക്കെയുള്ള പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. ഇതിനെല്ലാം ഉപരി തന്നെ ജനങ്ങൾ കൂടുതൽ ഈ വൈദ്യുതി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന സാഹചര്യം. അപ്പോൾ പലയിടത്തും അത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീഴുകയാണെങ്കിൽ തന്നെ അത് വൈദ്യുതി ബന്ധത്തിനും പ്രശ്നങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ലൈൻ കമ്പികൾ പൊട്ടിക്കിടക്കും. ഇതൊക്കെ ജനങ്ങൾ വലിയ ജാഗ്രതയോടെ സമീപിക്കണമെന്നുള്ള നിർദ്ദേശമെല്ലാം നൽകിയിട്ടുണ്ട്. ദുരന്തമായ സാഹചര്യം മുന്നിൽ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ അവിടെ നിന്നും ഒഴിഞ്ഞു പോകാനുള്ള സൗകര്യം NDRF സംഘത്തിന് വിവരം അറിയിക്കും. അതോടൊപ്പം ജില്ലാ നേതൃത്വം അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇനി ഒരു ദുരന്ത സാധ്യത ഒഴിവാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാണെന്ന് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. വിഷ്ണു, ജില്ലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ?
നേരത്തെ തന്നെ തീരദേശ മേഖലകളുമായി ബന്ധപ്പെട്ട സ്കൂളുകളടക്കം പലയിടത്തും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള വലിയ രീതിയിലുള്ള വിപുലമായ ഒരുക്കങ്ങളൊന്നും ഇപ്പോൾ തയ്യാറായിട്ടില്ല. കാരണം ഇപ്പോൾ തലസ്ഥാന ജില്ലയടക്കമുള്ള പ്രദേശങ്ങളിൽ വടക്കൻ ജില്ലകളുടെ അത്ര അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതകളില്ല. ഏതായാലും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. ഓറഞ്ച് അലർട്ടാണ് ഇന്നുള്ളത്. ഏതായാലും അതിശക്തമായ മഴയുടെ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നാണ് പറയാൻ സാധിക്കുന്നത്. മറ്റ് കൂടുതൽ വിപുലമായ തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുന്നതിലേക്ക് പോയിട്ടില്ല. ഏതായാലും ഇനി ശക്തമായ മഴയുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ജൂൺ മുതൽ തന്നെ കൂടുതൽ സംഘങ്ങൾ ശക്തമായി പ്രവർത്തനത്തിന് സജ്ജമാകും. അതുവരെയും ഏതായാലും വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ജില്ലാ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ശരി വിഷ്ണു, സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകാൻ സാധ്യത ഉള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി.